നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹാരിസ്. നമ്മുടെ ജീവിതത്തിൽ ചില നമ്പറുകൾ എപ്പോഴും ഒരു ഭാഗ്യമായി വരാറില്ലേ? ചില നമ്പറുകളിൽ ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് വിജയിക്കുന്നു. ചില വണ്ടി നമ്പറുകൾ നമുക്ക് ഭാഗ്യം തരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സംഖ്യാശാസ്ത്രം അഥവാ ന്യൂമറോളജി പ്രകാരം പ്രപഞ്ചത്തിലെ ഓരോ വ്യക്തിക്കും ജനനസമയത്ത് തന്നെ പ്രകൃതി ഒരു ഭാഗ്യ നമ്പർ തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജനനതീയതി മാത്രം വെച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഭാഗ്യസംഖ്യ എങ്ങനെ കണ്ടെത്താം എന്നാണ്. 2 മിനിറ്റിൽ നിങ്ങൾക്ക് സ്വന്തമായി ഇത് കണക്കുകൂട്ടാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ന്യൂമറോളജിയിൽ ഭാഗ്യസംഖ്യ കണ്ടെത്താൻ 2 പ്രധാന വഴികളാണുള്ളത്. ഒന്നാമത്തെ വഴി നിങ്ങളുടെ ജനനതീയതി, ബർത്ത് നമ്പർ. നിങ്ങൾ ജനിച്ച തീയതിയിലെ അക്കങ്ങൾ കൂട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യസംഖ്യ കിട്ടും. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് നിങ്ങൾ ജനിച്ചത് 14-ാം തീയതി ആണെന്ന് വിചാരിക്കുക. അതിലെ 1 എന്ന സംഖ്യയും 4 എന്ന സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ 5 കിട്ടും. അതായിരിക്കും നിങ്ങളുടെ ഭാഗ്യ നമ്പർ. നിങ്ങൾ ജനിച്ചത് 25-ാം തീയതി ആണെങ്കിൽ അതിലെ 2 + 5 = 7. അപ്പോൾ ആ ആളുടെ ഭാഗ്യസംഖ്യ അല്ലെങ്കിൽ ഭാഗ്യ നമ്പർ 7 ആണ്. ഒരൊറ്റ അക്കമുള്ള തീയതിയിലാണ് ജനിച്ചതെങ്കിൽ, ഉദാഹരണത്തിന് 2 അല്ലെങ്കിൽ 7, അതായത് 1 മുതൽ 9 വരെയുള്ള അക്കങ്ങളിൽ, അതായത് 1 അല്ലെങ്കിൽ 7, 8 ആ തീയതികളാണ് ജനിച്ചതെങ്കിൽ അതായിരിക്കും അവരുടെ ഭാഗ്യ നമ്പർ. ഇനി രണ്ടാമത്തെ വഴി നിങ്ങളുടെ വിധിസംഖ്യ, ലൈഫ് പാത്ത് നമ്പർ. ഇതാണ് നിങ്ങളുടെ ജീവിതത്തെ മൊത്തമായി നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യ നമ്പർ. ഇത് കണ്ടെത്താൻ നിങ്ങളുടെ ജനനതീയതിയിലെ ദിവസം, മാസം, വർഷം ഇവയിൽ കിട്ടുന്ന എല്ലാ അക്കങ്ങളും തമ്മിൽ കൂട്ടണം. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരാളുടെ ജനനതീയതി 14/2/1971 ആണ് എന്ന് വിചാരിക്കുക. നമുക്ക് ഇതിലെ എല്ലാ അക്കങ്ങളും തമ്മിൽ കൂട്ടാം. 1 + 4 + 0 + 2 + 1 + 9 + 7 + 1 = 25. ഇപ്പോൾ നമുക്ക് 25 എന്ന 2 അക്കമുള്ള സംഖ്യയാണ് കിട്ടിയത്. ഇതിനെ വീണ്ടും കൂട്ടി ഒരൊറ്റ അക്കമാക്കണം. 2 + 5 = 7. അപ്പോൾ അതായിരിക്കും ആ വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിധി സംഖ്യ. ആ വ്യക്തിയുടെ ജനനതീയതി വെച്ച് കൂട്ടിയപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയ സംഖ്യ 25 എന്നാണ്. ഈ 25നെ 2 + 5 = 7 എന്ന സംഖ്യയായി നമുക്ക് വീണ്ടും കൂട്ടിയാൽ കിട്ടുന്നു. ആ സംഖ്യ, അതായത് 7 എന്ന സംഖ്യയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ നമ്പർ അഥവാ വിധിസംഖ്യ. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ എളുപ്പമല്ലേ? ഇപ്പോൾ തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജനനതീയതി വെച്ച് നിങ്ങളുടെ ഭാഗ്യസംഖ്യ കണ്ടെത്തുക. എന്നിട്ടത് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കമൻറ്റ് ചെയ്യുന്ന നമ്പറുകൾ അനുസരിച്ച് ഓരോ നമ്പറുകാരുടെയും സ്വഭാവവും അവർക്ക് വരാൻ പോകുന്ന ഭാഗ്യങ്ങളും അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായി പറയുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.